കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, അഡ്വൻറ്റ് ടോക്സിലെ 7-ാം ദിവസം ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, ഓരോ ദിവസം കർത്താവിൻ്റെ പുൽക്കൂടിലേക്ക് രക്ഷകനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടെ, വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണെന്ന് നമുക്കറിയാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യമാണ്. അതിപ്രകാരമാണ്: നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാകണം, ഈ ലോകത്തിൽ ഈ നക്ഷത്രം എന്ന് പറഞ്ഞ പ്രകാശമാണ്. നമ്മൾ ഇവിടെ നിന്നാലും നമ്മൾ ടെറസിലെല്ലാം പോയി മുകളിലോട്ട് നോക്കുമ്പോൾ നക്ഷത്രം കാണുമ്പോൾ ഒരു പ്രകാശത്തെ സൂചിപ്പിക്കുന്നു. ഇതേ നക്ഷത്രമാണ്, ഈ പ്രകാശത്തെ സൂചിപ്പിക്കുന്ന നക്ഷത്രമാണ്. ഈ നക്ഷത്രം കണ്ടപ്പോൾ ജ്ഞാനികൾ സന്തോഷിച്ചു. അവർക്ക് മനസ്സിലായി, രക്ഷകനിലേക്ക് അവരെത്താറായി. അപ്പം ഈ ഒരു ക്രിസ്മസിൻ്റെ ഒരു സമയത്ത് ഈ ഒരു പ്രകാശം നമ്മളിൽ ഉണ്ടാവണം. നമ്മുടെ ജീവിതം കൊണ്ട്, ജീവിതത്തിലെ നന്മകൾ കൊണ്ട്, ജീവിതത്തിലെ അനുഗ്രഹം കൊണ്ട് ഈ ഒരു പ്രകാശം നമ്മളിലേക്ക് ഉണ്ടാവണം. നക്ഷത്രം, പ്രകാശം, സത്യദൈവത്തിലേക്കൊരു യാത്ര. നക്ഷത്രം കാണുകയും സത്യദൈവത്തിലേക്ക് എത്തുകയും ഇനി മുമ്പോട്ട് ഈ ദൈവത്തെ സ്വീകരിച്ചുള്ളൊരു യാത്രയാണ് നമ്മുടെ ജീവിതം. അപ്പം നമ്മൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ഈ ഒരു യാത്രയിൽ നമ്മൾ ഏറ്റവും അധികം കർത്താവിലേക്കാണ് ചേർക്കപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു സത്യമാണ് ഇവിടെ കാണാൻ പോകുന്നത്. അത് ഒരുപാട് വർഷം പാപത്തിൻ്റെ അടിമത്തത്തിൽ ജീവിച്ചവർ നമുക്ക് വേണ്ടി രക്ഷകൻ ജനിക്കുന്നെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. നൗ ഐ ആം ഫ്രീ ഫ്രം സിൻ, ഫ്രീ ഫ്രം സ്ലേവറി. എല്ലാ പാപത്തിൽ നിന്നും ഞാൻ പൂർണ്ണമായി സ്വതന്ത്രനാണ്. ഫ്രീഡം. കാരണം എന്തുവാ? എൻ്റെ രക്ഷകൻ എനിക്ക് വേണ്ടിയാണ് ജനിച്ചത്, നമുക്ക് വേണ്ടിയാണ് ജനിച്ചത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് രക്ഷകൻ ജനിക്കാൻ പോകുന്നത്, അല്ലെ ജനിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഈ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടാകും. മൂന്നാമത്തത്, ഇതൊരു എന്താണെന്നറിയോ? ഒരു ഡിവൈൻ കൺഫർമേഷനാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു ഉറപ്പാണ്. അതായത് രക്ഷകൻ വരും. അതായത് നമ്മൾ മനസ്സിലാക്കണം, ഈ 3 ജ്ഞാനികൾ യാത്ര ചെയ്ത് അവരുടെ യാത്ര ഒരിക്കലും ഒരു ഫലമില്ലാത്ത അവസ്ഥയിലാകുന്നില്ല. ശരിക്കും രക്ഷകൻ കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ആദ്യം നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. പാപത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ നമ്മൾ സങ്കടപ്പെടാൻ പാടില്ല. ആ സ്നേഹത്തിൽ ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. വിശുദ്ധിയിൽ ദൈവം നമ്മളെ പരിപാലിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ ചൈതന്യം നമുക്ക് മുമ്പോട്ട് ജീവിക്കാനുള്ളൊരു ശക്തി നൽകാൻ പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തിലാകുമ്പോൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. സമാധാനത്തോടെ സ്നേഹത്തോടെ ആയിരിക്കുക. രക്ഷകൻ കടന്നു വന്നത് നമുക്ക് വേണ്ടിയാണ്, നമ്മളോട് സ്നേഹത്തെ പ്രതിയാണ്. അപ്പോൾ ഈ ക്രിസ്മസ് കാലം നമുക്ക് പ്രാർത്ഥനയിലും ദൈവത്തോടൊപ്പം ആയിരിക്കാം. ഈ പ്രകാശം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ക്രിസ്മസിൻ്റെ പ്രത്യേകം ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.